വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ കേട്ടോ. ജസ്റ്റ് ഹസ്ബൻഡ് കെട്ടുമുറുക്കി മലയ്ക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ മാലയിടുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. നമ്മളിവിടെ ബാംഗ്ലൂർ തന്നെ ഒരു അമ്പലത്തിൽ പോയിട്ട് മാലയിട്ടത്. അതിനുശേഷം നമ്മൾ നാട്ടിൽ പോയിട്ടാണ് ഞാൻ പോയില്ല, ചേട്ടൻ തന്നെയാണ് മലയ്ക്ക് പോകാൻ നേരം ചേട്ടനും ചേട്ടൻ്റെ കൊച്ചച്ഛനും അപ്പച്ചിയുടെ മോനും അങ്ങനെ അവർ 4 പേരും കൂടെയാണ് മലയ്ക്ക് പോയത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് ആക്ച്വലി ചേട്ടൻ 4 ദിവസം 41 ദിവസം മാലയിട്ട് പോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ 41 ദിവസം നോയമ്പ് നോറ്റ് 12 വിളക്കിന് അന്ന് പോയി തൊഴാൻ വേണ്ടിയായിരുന്നു. പക്ഷെ നമുക്കന്ന് ഇപ്പം വെർച്വലിക്ക് ഒക്കെ ബുക്ക് ചെയ്യണമല്ലോ നമ്മൾ ഓൺലൈനായിട്ട്. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നേയില്ലായിരുന്നു 4 പേർക്ക്. അപ്പോൾ അങ്ങനെയായിട്ട് അവർ ബുക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അതായത് ഡിസംബർ 7-ാം തീയതി ഒക്കെ ആയിട്ടാണ് അവർ പോയത്. അപ്പോൾ ഏകദേശം ഒരു 51 ദിവസം നോയമ്പ് നോറ്റിട്ടാണ് പോയത്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കെട്ടുമുറുക്കുന്നതിൻ്റെയും പിന്നെ അവിടുന്ന് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ അവിടെ വെച്ചുള്ള ചെറിയ ചെറിയ കുറച്ച് വീഡിയോസും ഒക്കെ ഉള്ള ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു വിട്ടത്, എനിക്ക് കാണാനും പിന്നെ ഇതുപോലെ വീഡിയോ ഇടാനും വേണ്ടി. കാരണം ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എന്നാണെങ്കിലും അത് കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞ വിട്ടത്. അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ഫോൺ എടുക്കുക, ഫോട്ടോയും വീഡിയോസും അങ്ങനെ എടുക്കാനൊന്നും പുള്ളിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു വിട്ടതിൻ്റെ പേരിലാണ് കുറേ ഫോട്ടോസൊക്കെ എടുത്തോണ്ട് വന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ മെർജ് ചെയ്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നേ ഉള്ളൂ. കാരണം എനിക്കും പിന്നെ കാണാമല്ലോ, എനിക്കിഷ്ടമാണ്. ഞാനൊരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. നമുക്ക് അങ്ങനെയാണല്ലോ ഇനി നമ്മൾ പ്രായമാകുമ്പോഴല്ലേ പോകാൻ പറ്റൂ, ദൈവം സഹായിച്ചാൽ. അപ്പോൾ നമ്മൾ അങ്ങനെ പോയ സമയത്ത് നമ്മുടെ മോളെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഇളയ ആളെയും കൂടെ ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ അവളാണെങ്കിൽ പിന്നെ ഇച്ചിരി എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് അവളെയും കൂടെ ജസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ശബരിമലയ്ക്ക് കൊണ്ടുപോയില്ല, കാരണം ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരെ 3 പേരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് അവളെ ശബരിമലയ്ക്ക് കൊണ്ടുപോയില്ല, ജസ്റ്റ് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവളും ഇതുപോലെ ചേട്ടൻ നെയ്യ് നിറയ്ക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ട് അടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ത്തേങ്ങ കൊണ്ടുപോകും ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത്, അവിടെ എന്നിട്ട് ഉടയ്ക്കും. എനിക്ക് കുഞ്ഞിലേ തൊട്ട് എങ്ങാണ്ട് പോയ ആ സമയത്തുള്ളൊരു ഓർമ്മയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടാണ് കുറച്ചൊക്കെ മനസ്സിലാക്കി. അപ്പോൾ നെയ്യ് നിറയ്ക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ അവളെയും കൊണ്ട് നിറയ്ക്കിച്ചു. ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ബാംഗ്ലൂരിൽ തന്നെയാണ് ചേട്ടൻ അമ്പലത്തിൽ നിന്നാണ് പോയത്. അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മൾ ഓരോരുത്തരെ കൊണ്ട് അവർ നെയ്യ് നിറപ്പിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതുപോലെ വീട്ടിൽ വന്നൊരു ഗുരുസ്വാമി ഇങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും നേതൃത്വം നൽകുന്നതൊക്കെ എത്രയോ 18 വർഷത്തിൽ കൂടുതൽ മേളിൽ പോകുകയാണെങ്കിൽ ഗുരുസ്വാമിയായിട്ട് അങ്ങനെ. പിന്നെ അതിനെക്കുറിച്ചുള്ള അറിവുകളും വേണം കേട്ടോ. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ 18 വർഷമായിട്ട് അല്ലെങ്കിൽ 20 വർഷമായിട്ട് പോകുന്നുണ്ടെന്ന് വെച്ചിട്ട് പുള്ളിക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ അതിന് അറിയാവുന്നവരും കൂടെ വേണം. അപ്പോൾ നമ്മൾ 41 ദിവസം നോയമ്പ് നോറ്റ്, 41 പറയാം, അതിൽ കൂടുതൽ നോക്കി 41 ദിവസം നോയമ്പ് നോറ്റ് പോകുന്നതാണ്. 12 ദിവസം നോയമ്പ് നോറ്റ് പോകുന്നവരും ഉണ്ട് കേട്ടോ. കാരണം അത് രാവിലെയും വൈകിട്ടും എല്ലാം കുളിച്ചതിന് ശേഷം മാത്രമേ വെള്ളം പോലും കുടിക്കാവുള്ളൂ. പിന്നെ മീൻ, മുട്ട, ഇറച്ചി അങ്ങനെയുള്ള മാംസാദികളൊന്നും കഴിക്കാതിരിക്കുക, തലേ ദിവസത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ കുറച്ച് ചിട്ടവട്ടങ്ങൾ, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ അത്രയും ശുദ്ധിയോടെ തന്നെ നോക്കി വ്രതം നോറ്റാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം എങ്ങനെ പറയണ്ടേ, നമ്മൾ കൊണ്ടുപോകുന്ന ഇരുമുടിയില്ലേ, ഇരുമുടിക്കകത്തിൽ എല്ലാവരെ കൊണ്ടും അരി, നെയ്യ്, തേങ്ങ അതെല്ലാം എടുത്ത് അതിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇരുമുടി നന്നായിട്ട് കെട്ടി. ഞാൻ കഴിഞ്ഞ വർഷം ഇവർ കുഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വെച്ചാൽ പോയത്. അതിന് മുമ്പത്തെ വർഷം ഇവർ തീരെ കുഞ്ഞായിരുന്നു, 6 മാസം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളായിരുന്നു തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല അത് കറക്റ്റായിട്ട്. അപ്പോൾ ആ സമയത്തായിരുന്നു ചേട്ടൻ പോയത്. അപ്പം ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിൽ ഒരുമിച്ച് പോകാറുണ്ട്. പോയി ഞാനും ഇരുമുടി കെട്ടുന്നതെല്ലാം കണ്ടിട്ടാണ് പോകുന്നത്. ഇത് കറുപ്പ് കച്ച കെട്ടുന്നതാണ് ഇത്. അതിന് ശേഷം ഇങ്ങനെ തലയിൽ ഇങ്ങനെ തോർത്ത് കെട്ടും. അത് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ തലയിൽ വെച്ചിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്നത്. ഇവിടെയൊക്കെ ഈ ബാംഗ്ലൂരൊക്കെ എങ്ങനെയാണെന്നറിയോ, നമ്മൾ ബാംഗ്ലൂരിൽ നിന്നല്ല, ഒരുമാതിരിപ്പെട്ടടുത്തൊക്കെ അങ്ങനെ വെച്ചാൽ നാട്ടിലങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല. മലയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ചെരുപ്പിടാതൊക്കെ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും ചെരുപ്പിടത്തില്ല. ഓഫീസിലാണെങ്കിൽ പോലും ആരും ചെരുപ്പിട്ടുകൊണ്ട് പോകത്തില്ല. പിന്നെ കറുത്ത വസ്ത്രമേ ധരിക്കാറുള്ളൂ. അപ്പോൾ പാൻ്റാണ് അഥവാ ഇടുന്നതെങ്കിൽ പോലും അവർ ഒരു കറുത്ത തോർത്ത് അരയിൽ കെട്ടിയിട്ടാണ് അവർ ഓഫീസിൽ പോകുന്നത് പോലും കേട്ടോ.
ഇവിടെയൊക്കെ എല്ലാ കന്നഡസും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു തമിഴൻസും ഒക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. മലയാളീസ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അധികം. അങ്ങനെ നോക്കുന്നവരും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇവർ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കാറിനാണ് അന്ന് പോയത്. ഞാൻ പറഞ്ഞല്ലോ കസിനൊക്കെയാണ്, അവൻ്റെ കാറിനാണ് പോയത്. അവർ 4 പേരും കൂടെ കാറിന് പോയി. സാധാരണ എല്ലാ പ്രാവശ്യവും ചേട്ടൻ പോകുമ്പോൾ ബസ്സിന് തന്നെയാണ് പോകുന്നത് കേട്ടോ. പത്തനംതിട്ടയിൽ നിന്ന് നേരെ പമ്പയ്ക്ക് ബസ് കിട്ടും. രാവിലെ പോയി വൈകുന്നേരം ആകുമ്പോൾ പോവും, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേന് വരും. അങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും. ഇതിപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം വെളുപ്പിനെ വന്നു കേട്ടോ. വലിയ തിരക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. പോയപ്പം നന്നായിട്ട് കണ്ടു, തൊഴുതു എന്നൊക്കെ പറഞ്ഞു. ഇത് മല കയറുന്ന ആ ഭാഗങ്ങളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മല കയറുന്ന ഒരുപാട് പേരുണ്ട്. സത്യം നമുക്ക് ശരിക്കും കാണുമ്പോൾ കണ്ണ് നിറയും, അതുപോലൊരു ഫീലാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരു പ്രാവശ്യം പോയവർക്ക് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ അത് ഭയങ്കരമായിട്ട് ആ ഫീല് മനസ്സിലാവത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇങ്ങനെ നടന്ന് എനിക്ക് തോന്നുന്നു 4 കിലോമീറ്റർ അങ്ങനെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇത് ശരംകുത്തിയാലാണേ. ഇവിടെ കൊണ്ട് കന്നിമല പോകുന്ന അയ്യപ്പന്മാരും മാളികപ്പുറം ഒക്കെ ഇവിടെ കൊണ്ട് എരുമേലി പേട്ടതുള്ളി ഇവിടെ കൊണ്ട് ശരംകുത്തി അങ്ങനെയാണ് പോകുന്നത്. ആദ്യമായിട്ട് പോകുന്നത് കന്നി അയ്യപ്പന്മാർ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മല കയറി സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ മല കയറുമ്പോൾ ഇല്ലേ, ഞാൻ പോയ സമയത്ത് എനിക്ക് ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ. എനിക്ക് പക്ഷേ ഇങ്ങനത്തെ വീഡിയോസും ഇങ്ങനെ ഇവർ മല കയറുന്ന സമയമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. ഞാനിനി ആ നാട്ടിൽ ജനിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ പത്തനംതിട്ട എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശബരിമലയാണ് കേട്ടോ. ആ നാട്ടിൽ ജനിച്ചുകൊണ്ടൊന്നും അല്ല. കാരണം അങ്ങനെയാണെങ്കിൽ വേറെ ഉള്ള ഇവിടെ നിന്നൊക്കെ മനുഷ്യർ പോകുന്ന കാണുന്നു. എത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം ദിവസം എന്താ പറയണ്ടേ, നല്ല എന്താ പറയണ്ടേ, ഭയങ്കരമായിട്ട് ഭക്തി. എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി. നമുക്കങ്ങനെ ഇവിടെ നിന്ന് ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും അമ്പലത്തിൽ പോകാനങ്ങനെ ഞങ്ങൾ എന്നാലും മിക്ക ശനിയാഴ്ചകളിലും അമ്പലത്തിൽ പോകുമായിരുന്നു കേട്ടോ. അയ്യപ്പൻ്റെ അമ്പലം ഇവിടെ അടുത്തുണ്ട്, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ മിക്ക ശനിയാഴ്ചകളിലും പോകുമായിരുന്നു മാലയിട്ട് കഴിഞ്ഞിട്ട്. അങ്ങനത്തെ ഈ 18-ാം പടിയൊക്കെ കാണുന്ന സമയത്തില്ലേ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ എടുത്തോണ്ട് തരണം എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞാണ് വിട്ടത് എനിക്ക് വീഡിയോ എടുത്ത് തരണം കാണാൻ വേണ്ടി എന്നൊക്കെ. പിന്നെ എനിക്ക് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ. ഞാൻ ഈ ഷോർട്സ് ഇട്ട സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ ഭയങ്കര ഫീലായിരുന്നു എന്നൊക്കെ. ചിലപ്പോൾ ആ പാട്ടിൻ്റേതും ചില അയ്യപ്പൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഫീലില്ലേ, ആ പാട്ടിൻ്റേതും പിന്നെ ആ എന്താ പറയണ്ടേ, ആ ഒരു കാഴ്ചകളും ആ മ്യൂസിക്കും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴായിരിക്കും അതിൻ്റെ അത്ര ഫീൽ. പക്ഷേ ലോങ് വീഡിയോയിൽ നമുക്ക് പാട്ടുകൾ ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ മല കയറി സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ നടന്ന് വരുന്ന ഒരു ഭാഗമാണിത്. വന്നു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇതാണ് ശരിക്കും അയ്യപ്പൻ ഇരിക്കുന്ന ശ്രീകോവിൽ. അതിന് ശേഷം നമ്മൾ ആ ശ്രീകോവിലിൻ്റെ അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോസിലായി ഇതൊക്കെ ഭയങ്കര ഞാൻ വന്നപ്പോൾ ഇതെല്ലാം എടുത്ത് കണ്ടു. എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും എനിക്കത് മതിയായില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്ന് പിന്നെ അരവണ കൗണ്ടറിൽ പോയി അരവണയൊക്കെ വാങ്ങിച്ച്, അരവണ അപ്പം മോദകം ഒക്കെ കിട്ടും അവിടെ കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് തിരിച്ചു വരുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ നമ്മളീ കൊണ്ടുപോകുന്ന അരിയും ഒക്കെ ഇല്ലേ, അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വറുത്ത് പൊടിച്ച് അതിനകത്തിൽ നെയ്യും കൽക്കണ്ടവും ഉണക്കമുന്തിരിയും ഇത് ആഴിയാണ് കേട്ടോ, ആഴി. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതെല്ലാം കൂടെ വറുത്ത് പൊടിച്ച് നമ്മൾ അവലും മലരും ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതെല്ലാം കൂടെ ചേർത്ത് ഒരു പ്രസാദം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ഉണ്ട്, ഇനി എല്ലാ നാട്ടിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെങ്ങും ഇല്ല, അതായത് ബാംഗ്ലൂരൊന്നും ആരും ഉണ്ടാക്കാറില്ല. പിന്നെ വേറെ നമ്മുടെ അവിടെ തന്നെ വേറെ ജില്ലകളിലും എല്ലായിടത്തും ഒന്നും ഉണ്ടാകുമെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് പത്തനംതിട്ട അവിടെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.